ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവ തിരുസന്നിധിയിൽ ചേർന്ന് വരുവാൻ ദൈവം നമുക്കൊരുക്കി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവ വചനം പഠിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ ചില മിനിറ്റുകൾ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന് പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഡങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഡങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവരെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. കരുണയുടെ കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളപ്പനെ പിന്നെയും സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും ധ്യാനിക്കുവാനും അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാത്മാവിനാൽ ഈ തിരുവചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവ് ഞങ്ങളിത് വിടർത്തി ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്കിത് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം, ഈ തിരുവചനത്തിൻ്റെ ശക്തിയെ ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകൾക്ക് കാഴ്ച തരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമാറാകണമേ എന്ന് ഞങ്ങളപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏതുമില്ല എന്ന് സമ്മതിക്കുന്നു, ഒന്നുമല്ല എന്ന് സമ്മതിക്കുന്നു. എല്ലാ മഹത്വത്തോട് മാത്രം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7 മുദ്രകളെക്കുറിച്ചാണ് പറയുന്നത്. 7 മുദ്രകൾ. ഇതിൽ വിഷയം അതാണ്. ബൈബിളിലെ ഒരു വലിയ പഠന വിഷയമാണത്. ഒട്ടേറെ ആഴമേറിയ ആത്മീക മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രവചന വിഷയമാണിത്. ഇതൊന്നും മുഴുവനും ഗ്രഹിക്കുവാനോ ധ്യാനിക്കുവാനോ ഇത് വ്യാഖ്യാനിക്കുവാനോ നമുക്കാർക്ക് സാധ്യമല്ല. എന്നാൽ പൂർണ്ണമായി ഇത് വ്യാഖ്യാനിക്കാൻ നമുക്കറിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പല കാര്യങ്ങളും
നമുക്ക് ദൈവം പൊരുൾ തിരിച്ചു തരുന്നുണ്ട്. ചുരുക്കമായി ചില കാര്യങ്ങൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ഇപ്പോൾ വായിച്ചത് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുന്നതായ കാര്യങ്ങൾ പറയുകയാണ്. അകത്തും പുറത്തും മുദ്രയിട്ടിരിക്കുന്നതായ അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്നതായി അകത്തും പുറത്തും എഴുത്തുള്ളതായ ഒരു പുസ്തകം യോഹന്നാൻ കാണുന്നു. ആ പുസ്തകം തുറക്കുവാനോ മുദ്ര പൊട്ടിക്കുവാനോ യോഗ്യരായി ആരെയും കാണായികൊണ്ട് യോഹന്നാൻ ഏറ്റവും കരയുന്നു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ പുസ്തകം തുറക്കുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായവനെ ചൂണ്ടിക്കാണിക്കുന്നു. യോഹന്നാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ആ കുഞ്ഞാട് മുദ്രകൾ ഓരോന്ന് പൊട്ടിക്കുകയാണ്. 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങൾ, കുഞ്ഞാട് 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ആദ്യത്തെ 6 മുദ്രകൾ പൊട്ടിക്കുന്നതായ കാര്യമാണ് 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ആദ്യത്തെ 6 മുദ്രകൾ പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ഇടവേള പോലെയാണ്. 7-ാം മുദ്ര പൊട്ടിക്കുന്നത് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. വേറെ ഒരു സംഭവമാണ് 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്പമായി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ 4 മുദ്രകളും പൊട്ടിക്കുമ്പോൾ ഓരോ കുതിരകൾ പ്രത്യക്ഷപ്പെടുകയാണ്. 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നു. മാത്രമല്ല, ഓരോ മുദ്രകളും പൊട്ടിക്കുമ്പോൾ ആ 4 ജീവികളിൽ 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 1-ാമത്തെ ജീവി ഇടിമുഴക്കം പോലെ പറയുന്നത് കേൾക്കുന്നു. ഓരോ ജീവികളുമാണ് വിളിച്ച് പറയുന്നത്. നാം 4-ാം അധ്യായത്തിൽ കണ്ടതായ 4 ജീവികൾ നാം മറന്നു കളയരുത്. ആ 4 ജീവികളിൽ 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 1-ാമത്തെ ജീവി വിളിച്ചു പറയുന്നതായ വാക്കുകൾ കേൾക്കുന്നു. 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 2-ാം ജീവി പറയുന്നത് കേൾക്കുന്നു. 1-ാം ജീവി സിംഹമാണ്, 2-ാം ജീവി കാളയാണ്, 3-ാം ജീവി മനുഷ്യനാണ്, 4-ാം ജീവി കഴുകിന് സദൃശ്യം. 3-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഓരോ കുതിരകൾ പ്രത്യക്ഷപ്പെടുകയാണ്. 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെളുത്ത കുതിര പ്രത്യക്ഷപ്പെടുന്നു. 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു ചുമന്ന കുതിര പ്രത്യക്ഷപ്പെടുന്നു. 3-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു കറുത്ത കുതിരയെ കാണുന്നു. 4-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു മഞ്ഞ കുതിരയെ കാണുന്നു. ആദ്യത്തെ 4 മുദ്രകൾ നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. ഈ 4 മുദ്രകളും പൊട്ടിക്കുമ്പോൾ 4 കുതിരകൾ പ്രത്യക്ഷപ്പെട്ടതായി കാണുന്നു. നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ കുതിരകൾ കാണിക്കുന്നത് സാമ്രാജ്യ ശക്തികളെയാണ്. കുതിരകൾ സാമ്രാജ്യ ശക്തികളെയാണ് കാണിക്കുന്നത്. ഈ ആദ്യത്തെ 4 മുദ്രകൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പായി, യേശുക്രിസ്തു വലിയ മഹത്വത്തോടെ മടങ്ങി വരുന്നതിന് മുൻപായി ഈ ലോകത്ത് സംഭവിക്കുന്നതായ കാര്യങ്ങളാണ്
ഓരോ മുദ്രകളും പൊട്ടിക്കുമ്പോൾ നടക്കുന്നതായ കാര്യങ്ങൾ, യേശുക്രിസ്തു വലിയ മഹത്വത്തോടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മഹത്വ പ്രത്യക്ഷത, മധ്യാകാശപരമല്ല. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് രണ്ട് പതനങ്ങളുണ്ട്. ഒന്ന്, സഭയെ ചേർക്കാനായിട്ട് മടങ്ങി വരുന്നത് മധ്യാകാശത്താണ്. വീണ്ടും സഭയെയും കൂട്ടിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത് അന്നാളിൽ അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അത് മഹത്വ പ്രത്യക്ഷത. അങ്ങനെ ഈ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഈ ഭൂമിയിൽ നടക്കുന്നതായ കാര്യങ്ങൾ, കർത്താവായ യേശുക്രിസ്തു വലിയ മഹത്വത്തോടെ ഈ ഭൂമിയിലേക്ക് വരുവാൻ തക്കവണ്ണം സ്വർഗം ഈ ഭൂമിയെ ഒരുക്കുവാനായി, ഈ ലോകത്തെ ഒരുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന സാമ്രാജ്യ ശക്തികളെയാണ് വെള്ള, ചുവപ്പ്, കറുപ്പ്, മഞ്ഞ ഇങ്ങനെയുള്ള 4 കുതിരകളിലൂടെ വെളിപ്പെടുന്നത്. ഇത് മറന്നു കളയരുത്. ഇവിടെ നാം കാണുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വലിയ മഹത്വത്തോടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ദൈവം ഈ ലോകത്തെ ഒരുക്കുന്നതിന് വേണ്ടി, ഈ ഭൂമിയെ ഒരുക്കുന്നതിന് വേണ്ടി, ഒന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം, കർത്താവിൻ്റെ മടങ്ങിവരവനായി ഈ ലോകത്തെ ഒരുക്കാൻ. മധ്യാകാശവരവിൽ ഭൂമിയിലേക്ക് വരുന്നില്ലല്ലോ. കർത്താവിൻ്റെ മടങ്ങിവരവനായി ഈ ലോകത്തെ ഒരുക്കുവാൻ ദൈവം സാമ്രാജ്യ ശക്തികളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. ഇനിയും ഈ ലോകത്തെ ഭരിക്കുവാൻ 1000 ആണ്ട് വാഴ്ചയ്ക്കായി കർത്താവ് ഈ ഭൂമിയിലേക്ക് വരും. അതിനു മുൻപ് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തും 7 വർഷം. അതൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി പോകുന്നതായ കാര്യങ്ങളാണ്. എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ 7 വർഷം ഭരണം നടത്തും. അപ്പോൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കളമൊരുങ്ങേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുവാൻ ദൈവം സാമ്രാജ്യ ശക്തികളെ എങ്ങനെ ഉപയോഗിക്കുന്നു. അതാണ് 4 കുതിരകളെ കാണിക്കുന്നത്. ഈ ലോകം എങ്ങനെ ഒരുങ്ങുന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവം ഈ ലോകത്തെ ഒരുക്കി. മനുഷ്യനായി, പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനവജാതിക്ക് രക്ഷ ഒരുക്കുവാനായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടി ദൈവം ലോകത്തെ ഒരുക്കി. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നാണ്. നമുക്ക് ആ വാക്യം എടുക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം, 4-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. കാലസമ്പൂർണതയ്ക്ക് വേണ്ടി ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നതിന് വേണ്ടി, കാലസമ്പൂർണതയ്ക്കായി ദൈവം ഈ ലോകത്തെ ഒരുക്കുന്നതിന് വേണ്ടി
ചില സാമ്രാജ്യ ശക്തികൾ ഉപയോഗിച്ചു കാലസമ്പൂർണതയ്ക്ക് വേണ്ടി. നമ്മളിന്ന് മനഃപ്പാഠമായി പഠിച്ച് പറഞ്ഞതായ വാക്യം, മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നു. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുന്നു എന്ന്. എല്ലാത്തിനും ദൈവത്തിന് കാര്യപരിപാടിയുണ്ട്. ദൈവം രാജാക്കന്മാരെയും ഉപയോഗിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നിരിക്കുന്നതായ അനേക കാര്യങ്ങളുണ്ട്. പ്രധാനമായും ബൈബിളിൽ കാണുന്ന രാഷ്ട്രീയ പ്രവചന വിഷയങ്ങൾ. രാഷ്ട്രീയ പ്രവചനങ്ങളാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നാം പഠിച്ചാൽ അവിടെ ഒരു ജാതീയ രാജാവായിരുന്ന നെബൂഖദ്നേസർ രാജാവിന് ദൈവം ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ പ്രവാചകനായ ദാനിയേലിന് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുക്കുന്നു. അത് രണ്ടും നാം പഠിക്കുമ്പോൾ ജാതീയ രാജാവായ നെബൂഖദ്നേസർ രാജാവിന് മേലാൽ സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ രാജാവ് അന്ന് രാത്രി തൻ്റെ കട്ടിലിൽ ചിന്താകുലനായി. രാജാവിൻ്റെ മനസ്സിൽ ചിന്ത എങ്ങനെയാണ്? ഉറക്കം വരുന്നില്ല രാജാവിന്. ഇനി എന്താണ് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? മേലാൽ സംഭവിക്കാനുള്ളത് എന്താണ്? തനിക്ക് ശേഷം ആര് ഭരണം നടത്തും? ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പോകും? അങ്ങനെയുള്ളതായ കാര്യങ്ങളാൽ വ്യാകുലപ്പെട്ട് ഉറക്കമില്ലാത്തവന് രാജാവ് കിടന്നു. രാജാവ് ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലൂടെ ഒരു ബിംബത്തിൻ്റെ സ്വപ്നമാണ് രാജാവ് കാണുന്നത്. താൻ ഒരു സ്വപ്നം കാണുകയാണ്. ഒരു ബിംബം വളരെ വിലപ്പെട്ടതായ ലോഹങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതും വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ഒരു ബിംബത്തിൻ്റെ ദർശനമാണ് നെബൂഖദ്നേസർ രാജാവ് കാണുന്നത്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 4 മഹാമൃഗങ്ങളായിട്ടാണ്. ഈ ലോകപ്രകാരം ജീവിക്കുന്ന ഒരുവന് ഈ ലോകത്തിലെ കാര്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മഹാമൃഗങ്ങളെ പോലെയാണ്. നമ്മൾ ആ വിഷയം കൂടെ ഒന്ന് പഠിച്ചാൽ, ഇതിനോട് ചേർത്തൊന്ന് പഠിച്ചാൽ, ഈ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ നാം കാണുന്നതായ 4 കുതിരകൾ, ദാനിയേൽ പ്രവാചകനും നെബൂഖദ്നേസർ രാജാവും കണ്ടതായ ആ സ്വപ്നവും ദർശനവും എല്ലാം ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് കാലസമ്പൂർണതയ്ക്കായി ഈ ലോകത്തെ ഒരുക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ ആ സ്വപ്നത്തെക്കുറിച്ച് നാം കാണുന്നത്. ഞാനത് വാക്യമായിട്ടൊന്ന് വായിച്ച് ഒത്തിരി സമയമെടുത്തങ്ങ് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദാനിയേൽ പ്രവാചകൻ കണ്ടതായ ആ ദർശനമുണ്ട്. ഞാനതിൻ്റെ പടം പിക്ചറൊന്ന് ഷെയർ ചെയ്യാം. ദാനിയേൽ പ്രവാചകൻ കണ്ടതായ ദർശനം തല തങ്കം കൊണ്ടുള്ളതും നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതും അരയും വയറും താമ്രം കൊണ്ടുള്ളതും തുട ഇരുമ്പ് കൊണ്ടുള്ളതും
കാൽപാദം പകുതി ഇരുമ്പും കളിമണ്ണുമായിട്ടുള്ള ഒരു ബിംബത്തെ രാജാവ് കാണുകയാണ്. രാജാവ് സ്വപ്നത്തിൽ ഈ ബിംബത്തെ കണ്ടു. രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈ തൊടാത്ത ഒരു കല്ല് വന്ന് ഈ ബിംബത്തിൻ്റെ പാദത്തിൽ വന്ന് തറച്ചു, പാദത്തിൽ വന്ന് അടിച്ചു. ബിംബം മുഴുവൻ തകർന്നു. അത് പൊടിയായി പാറിപ്പോയി, പൊടി പറത്തിക്കളഞ്ഞു. ആ കല്ല് വളർന്ന ഭൂമി മുഴുവൻ നിറഞ്ഞു. അതാണ് രാജാവ് കണ്ടതായ സ്വപ്നം. രാജാവ് ഉറക്കമുണർന്നപ്പോൾ സ്വപ്നം മറന്നുപോയി, അർത്ഥമൊന്നും പിടികിട്ടിയുമില്ല. തൻ്റെ പ്രവാചകനായ ദാനിയേലിലൂടെ സ്വപ്നത്തിൻ്റെ അർത്ഥം ദൈവം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ രാജാവ് കണ്ടതായ ബിംബത്തിൻ്റെ സ്വർണം കൊണ്ടുള്ളതായ തല, തങ്കം കൊണ്ടുള്ളതായ തല ബാബിലോൺ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം രാജാവ് അങ്ങ് തന്നെയാണ് എന്ന് പറഞ്ഞ് ദാനിയേൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത്, അത് രാജാവെ അവിടുത്തെ ഭരണത്തിന് ശേഷം ബാബിലോൺ സാമ്രാജ്യത്തെക്കാൾ അല്പം താണതായ, സ്വർണ്ണത്തെക്കാൾ അല്പം താണതാണ് വെള്ളി. അല്പം താണതായ ഒരു സാമ്രാജ്യം ഭരണത്തിൽ വരും. അത് മേദ്യ പേർഷ്യ സാമ്രാജ്യമാണ്. വീണ്ടും അരയും വയറും താമ്രം കൊണ്ടുള്ള ഒരു ഭരണം, അത് ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നു. അതിൻ്റെ കാൽ തൊട ഇരുമ്പ് കൊണ്ടുള്ളത് റോമൻ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. കാൽപാദം പകുതി ഇരുമ്പ് കൊണ്ടും പകുതി കളിമണ്ണ് കൊണ്ടുള്ളത്, ഒട്ടും ബലമുള്ളതും ഒട്ടും ബലമില്ലാത്തതുമായ ഒരു ഭരണം നിലവിൽ വരും. അത് ഇന്ന് കാണുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. ഞാനൊന്ന് തൊട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ദാനിയേൽ കണ്ടതായ ആ ബിംബത്തിൻ്റെ ദർശനം, ആ ദർശനത്തിലൂടെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി, ഒന്നാമത്തെ വരവിന് വേണ്ടി ദൈവം ഈ ലോകത്തെ ഒരുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച സാമ്രാജ്യ ശക്തികളാണ്. തല, തങ്കം കൊണ്ടുള്ളതായ തല, ബാബിലോൺ സാമ്രാജ്യം. BC 626 മുതൽ BC 539 വരെ ഈ ഭൂമിയിൽ നിലനിന്ന ബാബിലോൺ സാമ്രാജ്യത്തെയാണ് തങ്കം കൊണ്ടുള്ളതായ തല കാണിക്കുന്നത്. വെള്ളി കൊണ്ടുള്ളതായ നെഞ്ചും കൈയും BC 539 മുതൽ BC 331 വരെ നിലയിൽ നിന്നതായ മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. വയറും അരയും താമ്രം കൊണ്ടുള്ളത് BC 331 മുതൽ BC 168 വരെ നിലനിന്നതായ ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നു. തൊട, കാലുകൾ ഇരുമ്പ് കൊണ്ടുള്ളത് BC 168 മുതൽ AD 476 വരെ നിലനിന്ന റോമൻ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഈ 4 സാമ്രാജ്യങ്ങളെ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുവാൻ ദൈവം ഉപയോഗിച്ചു. ഞാനത് നോട്ട്സ് തന്നുകൊള്ളാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു. നോട്ട്സ് കുറിച്ചിട്ടതിലും കുഴപ്പമില്ല. ദാനിയേൽ പ്രവാചകൻ ഇതേ കാര്യങ്ങൾ തന്നെ കാണുമ്പോൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 4 മഹാമൃഗങ്ങളെയാണ് കാണുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 4 മഹാമൃഗങ്ങൾ. അതിൽ ഒന്നാമത്തെ മൃഗം സിംഹമാണ്. സിംഹം ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുന്നു. രണ്ടാമത്തെ മൃഗം കരടിയാണ്. കരടി
മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു. മൂന്നാമത്തെ മൃഗം പുള്ളിപ്പുലിയാണ്, അത് ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നു. നാലാമത്തെ മൃഗം ഘോരവും ഭയങ്കരവും അതിബലവുമുള്ളതായ മൃഗം, അത് റോമൻ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. ആ ഓരോ സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും എല്ലാം ഉള്ള വിവരണങ്ങളും നമ്മൾ അവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലേക്ക് പോയി വിശദമായി ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് ഈ രാജ്യശക്തികളെ, സാമ്രാജ്യശക്തികളെ കാലസമ്പൂർണതയ്ക്കായി ദൈവം എങ്ങനെയാണ് ഒരുക്കിയത്? സാമ്രാജ്യശക്തികൾ കാലസമ്പൂർണതയ്ക്കായി ലോകത്തെ എങ്ങനെ ഒരുക്കി? നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ്, ഒന്നര വർഷം മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ചിന്തിച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ നല്ലതാണ്. ഒരു ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിനും മലാഖി പ്രവാചകനും ഇടയിലുള്ള ഒരു 400 വർഷക്കാലം, ഡാർക്ക് ഏജ്. ആ കാലത്തെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ ഈ സാമ്രാജ്യ ശക്തികളെ ക്രിസ്തുവിന് വരവിന് വേണ്ടി ദൈവം ഒരുക്കിയ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചതാണ്. പക്ഷെ നിങ്ങൾ അന്ന് ഇല്ലാത്തവരും പലതുമുണ്ട്. അതുകൊണ്ട് ഒരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് അതുകൂടെ ചിന്തിച്ചാലേ നമുക്ക് ഈ 7 മുദ്രകൾ നമുക്കത് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതെല്ലാം കാണുമ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതൊന്നും വെറും പഴങ്കഥകളല്ല, ചരിത്ര സത്യങ്ങളാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ചരിത്ര സത്യങ്ങളാണ്. നാം അത്ഭുതപ്പെട്ടു പോകും. ഓരോന്നും പഠിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. ബൈബിൾ, ദൈവവചനം ഇന്ന് വരെയുള്ള കാര്യങ്ങളും ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളും എത്ര വ്യക്തതയോടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് BC 600 കാലയളവിൽ നെബൂഖദ്നേസർ രാജാവിന് ദൈവം കൊടുത്തതായ ദർശനം, ആ സ്വപ്നം, ദാനിയേലിന് നൽകിയതായ ദർശനം പിന്നീടുള്ളതായ കാലങ്ങളിൽ അതുപോലെ തന്നെ നിറവേറിക്കഴിഞ്ഞു. തങ്കം കൊണ്ടുള്ളതായ തല, ബാബേൽ സാമ്രാജ്യം, നെബൂഖദ്നേസർ രാജാവിന് അത് സ്വർണ്ണമാണ്, വിലപ്പെട്ടതാണ്. ദാനിയേലിനെ ഭയപ്പെടുത്തുന്നതാണ്, സിംഹമാണ് ദാനിയേലിന്. ഈ ബാബിലോൺ സാമ്രാജ്യകാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചത്. നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് വന്നു, യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനത്തെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി. 70 വർഷം ഈ ജനം, ദൈവജനം ബാബിലോണിൽ അടിമകളായിരുന്നു. അതിന് ബാബേൽ പ്രവാസകാലം എന്ന് പറയും. ഈ ബാബേൽ പ്രവാസകാലത്ത് ദൈവാലയ ആരാധന ഇല്ലാതെയായി. അവിടെ ദൈവാലയം യെരൂശലേമിലാണ്. എന്നാൽ ദൈവാലയത്തിൽ പോകുവാനോ ആരാധിക്കുവാനോ കഴിയാതെ 70 വർഷം ദൈവാലയ ആരാധന ഇല്ലാതായി. ആ കാലത്ത് ബാബേൽ പ്രവാസത്തിലായിരുന്നതായ യഹൂദജനം ന്യായപ്രമാണം പഠിക്കുവാൻ, തോറ, അവരുടെ ന്യായപ്രമാണം പഠിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനുമായി അവർ കണ്ടെത്തിയതായ സംവിധാനമാണ് സിന്നഗോഗുകൾ. അതുവരെ ഇല്ലായിരുന്നു. ബാബേൽ പ്രവാസകാലത്ത് ദൈവാലയാരാധന ഇല്ലാതായപ്പോൾ ന്യായപ്രമാണം പഠിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനുമായി അവർ കണ്ടെത്തിയതായ ഒരു സംവിധാനമാണ് സിന്നഗോഗുകൾ. യഹൂദ പള്ളി എന്നാണ് പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യഹൂദ പള്ളി. പഴയ നിയമത്തിൽ നാം യഹൂദ പള്ളികളെക്കുറിച്ച് കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹൂദ പള്ളിയുണ്ട്. അങ്ങനെ കണ്ടെത്തിയതായ സിനഗോഗുകളാണ്
യഹൂദ പള്ളി എന്ന് പുതിയ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. സിനഗോഗുകളിൽ യാഗങ്ങൾ ഉണ്ടായിരുന്നില്ല, യാഗമർപ്പിക്കുകയില്ല, യാഗങ്ങളില്ലായിരുന്നു. എന്നാൽ ബാബേൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നതായ ജനം സെരുബാബേലിൻ്റെയും യസ്രായുടെയും എല്ലാം നേതൃത്വത്തിൽ ദൈവാലയം അവർ പണിതു, യെരുശലേം ദൈവാലയം അവർ പണിതു. എങ്കിലും സിനഗോഗുകളിൽ നടന്നിരുന്നതായ ശുശ്രൂഷകൾ അത് തുടർന്നു പോന്നു. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാർ ഈ സിനഗോഗുകളിലാണ് സുവിശേഷ പ്രസംഗം നടത്തിയതും അനേകായിരം പേർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പുതിയ നിയമ സഭയുടെ അംഗങ്ങളായി തീരാനിടയായത്. അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലുമൊക്കെ ഈ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാലയളവിൽ അതുവരെ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിഗ്രഹാരാധന പൂർണ്ണമായിട്ട് ഇല്ലാതായി. പിന്നീട് ഒരിക്കലും യഹൂദൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ചെയ്തിട്ടില്ല. അതുവരെ ഉണ്ടായിരുന്നു. അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ ബാബേൽ പ്രവാസത്തിന് ശേഷം പിന്നീട് യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയെങ്കിലും ഒരിടത്തും ഒരിക്കൽ പോലും പിന്നീട് അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടില്ല. ഇന്നവരെ വിഗ്രഹാരാധന എന്നേക്കുമായി ഇല്ലാതെയായി. മാത്രമല്ല, സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാർ സുവിശേഷവുമായി ഇറങ്ങിയപ്പോൾ സഭയെ പണിതെടുക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ ദൈവം ചില കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തു. അതിലൊന്നാണ് ഈ സിനഗോഗുകൾ. വീണ്ടും ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് മേദ്യ പേർഷ്യ സാമ്രാജ്യം നിലവിൽ വന്നു, വെള്ളി കൊണ്ടുള്ളതായ നെഞ്ചും കയ്യും. ആ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാനുള്ളതായ സ്വാതന്ത്ര്യം കൊടുത്തു, അവസരങ്ങൾ കിട്ടി. അവരെല്ലാവരും അവരുടെ സ്വന്തം നാടുകളിലേക്ക് അവർ മടങ്ങി വന്നു. ഇസ്രായേൽ ജനം അവർ 3 ഘട്ടങ്ങളിലായിട്ടാണ് മടങ്ങി വന്നത്. ഞാൻ നോട്ട്സ് തന്നുകൊള്ളാം. 3 ഘട്ടമായിട്ട് ജനം മടങ്ങി വന്നു. BC 537 സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ അവരെ മടങ്ങി വന്ന് തകർന്നു കിടന്നതായ ദൈവാലയം പണിതു. രണ്ടാമത്തെ ഘട്ടം BC 458 യസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങി വന്നു. യസ്രായുടെ ശുശ്രൂഷകളാൽ ജനത്തിൻ്റെ ഇടയിൽ വലിയ ആത്മീയ ഉണർവുണ്ടാകാനിടയായി. യസ്രായുടെ പുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഘട്ടം BC 445 നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നു. നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന് തകർന്നു കിടന്ന യെരുശലേമിൻ്റെ മതിലുകളെ പണിയുന്നു. നെഹമ്യാവിൻ്റെ സമകാലീനായി ജീവിച്ചിരുന്ന മലാഖി പ്രവാചകൻ ദൈവജനത്തിൻ്റെ ആത്മീക അവസ്ഥ പുതുക്കി പണിയുവാൻ ആഹ്വാനം നൽകി. ഈ മലാഖിയുടെ കാലത്താണ് ഇസ്രായേൽ മക്കൾക്ക് യഹൂദന്മാരെന്ന് പേര് ലഭിച്ചത്. ഇന്ന് യഹൂദന്മാരെന്ന് അറിയപ്പെടുന്നത് അവരെ മുഴുവനും, ഇസ്രായേലിൻ്റെ മുഴുവനും യഹൂദന്മാരെന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. മറ്റ് പഴഞ്ഞുമറിക്കുമ്പോൾ ഒരു ഗോത്രമാണ്, യഹൂദ ഗോത്രമാണ്. എന്നാൽ മുഴുവൻ ഇസ്രായേൽ മക്കളെയും യഹൂദന്മാരെന്ന് അറിയപ്പെട്ടത് ഈ മലാഖിയുടെ കാലത്താണ്. പിന്നീട് ചില ചക്രവർത്തിമാർ പേർഷ്യൻ രാജ്യം പേർഷ്യ ഭരിച്ചു. പ്രധാനമായിട്ടും 4 ചക്രവർത്തിമാരെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഒന്ന് കോരസ് രാജാവാണ്. കോരസ് BC 538 മുതൽ 529 വരെ ഭരണം നടത്തിയ കോരസ് രാജാവ്. കോരസ് രാജാവ് പേർഷ്യയിൽ ഭരണത്തിൽ വന്നപ്പോൾ അവർക്ക് ദൈവാലയം പണിയാനുള്ള അനുമതി നൽകി. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം അതിന് 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 36-23. പാർസി രാജാവായ കോരസ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിയുവാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കട്ടെ, അവന് യാത്ര പുറപ്പെടട്ടെ.
ഈ വാക്യം കൊണ്ടാണ് 2 ദിനവൃത്താന്ത പുസ്തകം അവസാനിക്കുന്നത്. എന്നാൽ എസ്രായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിലും ഈ കാര്യങ്ങളാണ് നാം കാണുന്നത്. പാർസി രാജാവായ കോരസിൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ഈ ഇസ്രായേൽ ജനത്തിന് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള അനുവാദം കൊടുത്തു. ദൈവാലയം പണിയാനുള്ളതായ കൽപ്പനയും കിട്ടി. വീണ്ടും ഈ കോരസ് രാജാവിന് ശേഷം ഭരണത്തിൽ വന്നത് കാംബിസസ് രാജാവാണ്. കാംബിസസ് രാജാവ് BC 529 മുതൽ 522 വരെയുള്ളതായ കാലയളവിൽ ഇദ്ദേഹം നമ്മളറിയപ്പെടുന്നതായ അർദ്ധശ്രേഷ്ഠ രാജാവ് ഈ കാംബസിസ് രാജാവാണ്. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലും 11-ാം വാക്യത്തിൽ 23-ാം വാക്യത്തിലുമൊക്കെ നാം വായിക്കുമ്പോൾ ദൈവാലയത്തിൻ്റെ പണി മുടക്കിയ ഒരു രാജാവുണ്ട്. കാംബിസസ് രാജാവ് എന്ന ചരിത്രത്തിൽ കാണുന്ന അർദ്ധശ്രേഷ്ഠ രാജാവ് ദൈവാലയത്തിൻ്റെ പണി മുടക്കി. വീണ്ടും പിന്നീട് ഭരണത്തിൽ വന്നത് ദരിയാവേശ് 1-ാമൻ രാജാവാണ്. ദരിയാവേശ് 1-ാമൻ രാജാവ് BC 521 മുതൽ 485 വരെയുള്ളതായ കാലയളവിൽ ഈ കാംബിസസ് രാജാവ്, അർദ്ധശ്രേഷ്ഠ രാജാവ് മുടക്കിയിട്ടിരുന്നതായ ദൈവാലയത്തിൻ്റെ പണി അത് നിർമ്മാണം പൂർത്തിയാക്കുവാനായിട്ട് ദരിയാവേശ് 1-ാമൻ രാജാവ് അനുമതി നൽകി. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യത്തിലും 6-ാം അധ്യായത്തിലും നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിലും എല്ലാം കാണുന്ന അർദ്ധശ്രേഷ്ഠ 2-ാമൻ രാജാവും ഈ ദരിയാവേശ് 1-ാമൻ രാജാവ് ഒരു രാജാവ് തന്നെയാണ്. നെഹമ്യാവിനെ മതിൽ പണിയാനായിട്ട് അനുവാദം കൊടുത്ത് വിടുന്നതെല്ലാം ഈ ദരിയാവേശ് 1-ാമൻ രാജാവാണ്. അർദ്ധശ്രേഷ്ഠ 2-ാമൻ രാജാവ് എന്നറിയപ്പെട്ട ഈ ദരിയാവേശ് 1-ാമൻ രാജാവാണ്. വീണ്ടും BC 485 മുതൽ 331 വരെ 6 രാജാക്കന്മാർ കൂടെ ഈ പേർഷ്യയിൽ ഭരണം നടത്തിയിട്ടുണ്ട്. പിന്നീട് വന്നതായ ഗ്രീക്ക് സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും എല്ലാം കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി, 1-ാമത്തെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കി. സമയം കടന്നുപോയി നിർത്തുകയാണ്. ഞാനിതെല്ലാം നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനിയും വെളിപ്പാട് പുസ്തകം 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ പുറത്തിരിക്കുന്ന ഒരുവനുണ്ട്. അതെല്ലാം ഇവിടേക്ക് വരുമ്പോൾ കർത്താവ് ഈ ലോകത്തേക്ക് വരുന്നതിന് വേണ്ടി, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നതിന് വേണ്ടി കാലസമ്പൂർണതയ്ക്കായി ദൈവം ലോകത്തെ ഒരുക്കിയതുപോലെ തന്നെ തൻ്റെ വലിയ മഹത്വത്തോടെ ഈ ഭൂമിയിലേക്ക് വരുവാൻ ദൈവം രാജത്വങ്ങളെ ഉപയോഗിക്കുകയാണ്, ഭരണങ്ങളെ ഉപയോഗിക്കുകയാണ്, ഓരോ രാഷ്ട്ര നേതാക്കന്മാരെ ഉപയോഗിക്കുകയാണ്, ചില സിസ്റ്റങ്ങൾ ഈ ലോകത്തിൽ കൊണ്ടുവരികയാണ്. ഓരോന്നോരോന്ന് പഠിച്ചു വരുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. എന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്പം ചരിത്രമായതുകൊണ്ട് നമുക്കൊരു വിരസത തോന്നിയെന്ന് വന്നേക്കാം. ഞാൻ നോട്ട്സ് തന്നുകൊള്ളാം. നമ്മൾ വചനം പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ സാമ്രാജ്യശക്തികളെയും ദൈവം ഉപയോഗിച്ചു. എന്തിനു വേണ്ടിയാണ്? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നമ്മുടെ കർത്താവ് മാനവജാതിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് വരേണ്ടതിന് വേണ്ടി. ഇനിയും നമ്മുടെ കർത്താവ് മടങ്ങി വരും. നമ്മളെ ചേർക്കുവാനായി കർത്താവ് മടങ്ങി വരും. ഈ ലോകത്ത് 1000 ആണ്ട് വാഴ്ചയ്ക്കായി നമ്മുടെ കർത്താവ് മടങ്ങി വരും. അതിനുവേണ്ടി ദൈവം സാമ്രാജ്യ ശക്തികളെ ഉപയോഗിക്കുകയാണ്. ദൈവം കൃപ വരുന്നുവെങ്കിൽ ഈ 7 മുദ്രകളെക്കുറിച്ച് 4 കുതിരകൾ, 4 സാമ്രാജ്യങ്ങൾ, എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിന് വേണ്ടി, എതിർക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി, എതിർക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഈ ലോകം ഒരുക്കപ്പെടുന്നത്. ഇന്ന് വാസ്തവത്തിൽ പല കാര്യങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു നിൽക്കുന്ന പ്രവചനങ്ങൾ ഓരോന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണുവാൻ ഭാഗ്യം കിട്ടിയ ഒരു തലമുറയാണ് നാം. നമുക്ക് ഒരുങ്ങണം, അതിവേഗം ഒരുങ്ങണം. കാലം മുന്നിലില്ല.
നമ്മുടെ കർത്താവ് വരാറായി, യേശു വരാറായി. ലക്ഷണങ്ങളതെല്ലാം വിളിച്ചു പറയുകയാണ്. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ ഈ തിരുവചന സത്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ ചരിത്ര സത്യങ്ങളിലേക്ക് അവിടുത്തെ തിരുവചനം വെളിച്ചം വീശുമ്പോൾ ഞങ്ങളിനിയും ഇതൊന്നും കണ്ണു തുറന്ന് കാണാതെ വെറുതെ ലോകത്തിലേക്ക് നോക്കിപ്പോകുന്നവരാകാനിടയാകരുത്. താൽക്കാലിക നേട്ടങ്ങളിലേക്കും സുഖങ്ങളിലേക്കും നോക്കിപ്പോകാനിടയാകരുത്. കർത്താവ്, ഈ ഭൂമിയിലെ സമൃദ്ധിയിലേക്ക് നോക്കി ഞങ്ങൾ പോകാൻ ഇടവരരുത്. കരുണയുള്ള കർത്താവേ, ഞങ്ങളാരും ലോകത്തിലേക്ക് കണ്ണു നട്ട് നെബൂഖദ്നേസറിനെ പോലെയാകുവാൻ അവിടുന്ന് അനുവദിക്കരുത്. പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പുറകെ പോകാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുത്. അനേകർ പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പുറകെ പോയി നശിച്ചു പോകുമ്പോൾ അല്പം ആശ്വാസം കിട്ടിയാൽ മതി, അല്പം സമാധാനം കിട്ടിയാൽ മതി, കടബാധ്യത മാറിയാൽ മതി, രോഗം മാറിയാൽ മതി, നല്ല ജോലി കിട്ടണം, നല്ല വിവാഹം നടക്കണം, ഭൗതികമായ കാര്യങ്ങൾ. അതിനുവേണ്ടി ആത്മീയത്തിൻ്റെ പുറകെ നടന്ന് ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കാതെ അനേകം നശിച്ചു പോകുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കുള്ളത് കരുതുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്ത് തികഞ്ഞവരായി മാറുവാൻ സ്വർഗം ഞങ്ങളെ നോക്കുമ്പോൾ, അവിടുത്തെ കണ്ണുകൾ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായി നിന്ന് കാണുവാൻ, കർത്താവെ, ഞങ്ങളുടെ ആത്മീയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നവരായി കാണുവാൻ, വിശുദ്ധരായി കാണപ്പെടുവാൻ, കറ ചുളുക്കം എന്നിവയില്ലാത്തവരായി കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുദ്ധീകരണത്തിനുള്ളതായ ജീവൻ്റെ വചനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് ഇടപെടണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാം മഹത്വത്തോടെ എടുക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.